വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ പാറസ് മോൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ മലബാറുകാരുടെ സ്വന്തം നെയ്പത്തിരി. ഇതിൻ്റെ കോംബോ നല്ല വറുത്തരച്ച മീൻ കറിയോ ചിക്കൻ കറിയോ പൊളിക്കും. കറിയുടെ ലിങ്ക് വേണ്ടവർ ഈ ഐ ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ചെറിയ തേങ്ങയിലേക്ക് ഉള്ളിയും ഇതുപോലെ പെരിഞ്ചീരകവും സാദാ ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കറക്കിയെടുക്കാം. കൂടുതൽ അരിഞ്ഞ് പേസ്റ്റ് ആകണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയോ. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പച്ചരിയുടെയും പുഴുങ്ങലരിയുടെയും മിക്സാണിത്. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എവിടെയും കട്ടകളോ ഒന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു പരുവത്തിലാകുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ പ്രസ്സർ ഇല്ല എങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഓരോ ചെറിയ ബോളാക്കി കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യാം. അതിനുശേഷം ഈ കവറിൻ്റെ നടുക്ക് വെക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ കറക്റ്റായിട്ട് വന്നോളൂ. കണ്ടില്ലേ, വെളിച്ചെണ്ണ തൂകിയത് കൊണ്ട് തന്നെ അതിൽ നിന്ന് പെട്ടെന്ന് വിട്ടു വന്നോളൂ. ഈ സമയം കൊണ്ട് നമ്മുടെ ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ടിപ്പ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ടൊന്നും തൊടാണ്ട് തന്നെ അത് പൊങ്ങി വരും. കണ്ടോ. ഇനി ഇത് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. എണ്ണ ഒട്ടും കുടിക്കാതെ നല്ല ഈസി ആയിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാം. എന്ത് ചെയ്തിട്ടും പത്തിരി പൊങ്ങി വരണില്ല എന്ന് പറയുന്നവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോ. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഒരു സ്റ്റൂവോ എന്താണെങ്കിലും പൊളിക്കും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പത്തിരിയും പൊങ്ങി വരും. അപ്പോൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്ക്.